ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. 8 of Cups, Two of Wands, Three of Cups, the Fool, Nine of Coins. ബോട്ടം വന്നിട്ടുള്ളത് സ്ട്രെങ്ത് ആണ്. ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. വിൻറ്റർ, ഷീൽഡ് മേഡൻ, ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് സ്പിരിറ്റ് ഫോക്സ് ആണ്. അപ്പൊ ഇതില് ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇന്നൊരു ശക്തമായ തീരുമാനം എടുക്കേണ്ടുന്ന ദിവസമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടാത്ത, നിങ്ങൾക്ക് വേണ്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളായിരിക്കാം, ചില ചിന്തകളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, അത് നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഒന്ന് മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നിൽക്കേണ്ടതുണ്ടോ? ഈ തീരുമാനങ്ങൾ ഞാൻ എടുക്കേണ്ടതുണ്ടോ? ഈ വ്യക്തി ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ടതുണ്ടോ? ഈ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇനി വേണമോ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ട സമയമാണെന്നാണ് കാണുന്നത്. ഇപ്പോൾ എല്ലാ തീരുമാനങ്ങളും നമ്മളെ സന്തോഷിപ്പിക്കണമെന്നില്ല. ചില തീരുമാനങ്ങൾ നമ്മളെ വിഷമിപ്പിക്കും ആദ്യം. അപ്പോൾ പക്ഷേ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ആ ഒരു തീരുമാനം നിങ്ങളുടെ ആത്മാവിന് ചിലപ്പോൾ ഒരു സമാധാനം നൽകൂട്ടോ. അപ്പം നമുക്ക് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റൂല നമ്മളുടെ സോൾ എന്താണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ആത്മാവിനൊരു സമാധാനം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചില കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ നഷ്ടം പോലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു വളരെ വലിയ അവസരങ്ങൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയേക്കാം. അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു നഷ്ടം അല്ലെങ്കിൽ ഈ ഒരു വിട്ടുപോകല് നിങ്ങളത് നഷ്ടമായിട്ട് കണക്കാക്കണ്ട എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്, 8 ഓഫ് കപ്സ്. പിന്നെ 2 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ് ഇത്. ഇത് നിങ്ങൾ ഈ ഒരു സമയം കുറച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് നിങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അത് ചിലപ്പം ഒരു യാത്ര വേണ്ടി വരുന്ന ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊരു യാത്ര പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയെക്കുറിച്ചോ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ കൂടുതൽ വ്യക്തത വരാനുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എടുത്തു ചാടി തീരുമാനിച്ച എന്തോ ഒരു കാര്യം ഇപ്പൊ വേണ്ടെന്ന് വെക്കുന്നതും ആകാട്ടോ. അന്ന് കുറച്ചുകൂടി ആലോചിച്ചിട്ട് ഞാൻ തീരുമാനിക്കേണ്ടതായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ചെടുത്ത തീരുമാനങ്ങൾ മാത്രം നിലനിർത്തുന്നതാണ് നല്ലത്. പിന്നെ 3 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്, സോറി 3 ഓഫ് കപ്സ് ആണ്, കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാർഡിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാത്രമല്ല സപ്പോർട്ടിൻ്റെയൊക്കെ എനർജിയാണ്. നിങ്ങൾക്ക്
സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചില വിജയങ്ങൾ നമ്മൾ ആരുടെയെങ്കിലും സപ്പോർട്ടോടു കൂടി മാത്രം ഉണ്ടാക്കുന്നതായിരിക്കാം. അപ്പോൾ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു പെട്ടെന്നുള്ള പ്രോഗ്രസ് ഉണ്ടാകുന്നത്. അതുപോലെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്ത് എന്തോ ഒരു കാര്യം നിങ്ങൾക്കൊരു സ്പീഡായിട്ടുള്ളൊരു പ്രോഗ്രസ് ഉണ്ടാകുന്നു, അത് നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നു. അപ്പോൾ അത് നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്ട് ചെയ്യുന്ന ചില ആൾക്കാരുമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഒരു നല്ല വാർത്ത കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ ഉള്ളൊരു സപ്പോർട്ട് ലഭിക്കാനോ ഒക്കെ ഉള്ളൊരു സമയമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളെപ്പോഴും നമ്മൾ ഏത് എനർജിയുള്ള ആൾക്കാരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അത് നമ്മളുടെ വൈബ് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് കൂടുതലും നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു വൈബ്രേഷനാണ്. അപ്പോൾ കുറേ നെഗറ്റീവ് തോട്ട്സ് ഉള്ള, നെഗറ്റീവായിട്ട് എന്ത് കാര്യം പറഞ്ഞാലും അത് ചിന്ത പോകുന്നത് എപ്പോഴും അതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ വ്യക്തി അങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പഴയ നമ്മൾ അവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവില്ല. കാരണം എന്ത് പറഞ്ഞാലും നമുക്കത് നെഗറ്റീവ് പറയും. അപ്പോൾ നമുക്ക് ഒരാളിനെ നമുക്ക് ഗൈഡ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ എന്ത് പറഞ്ഞാലും അത് നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ, അതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം പറഞ്ഞു തരുന്നെങ്കിൽ ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും നെഗറ്റീവാണെന്ന് നമുക്ക് മനസ്സിലാവും. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് കുറച്ചൊരു ആ ഒരു കണക്ഷൻ കുറച്ചൊന്ന് വിട്ട് നിൽക്കുന്നതാണ് നല്ലത്. അടുത്ത് വന്നിട്ടുള്ള ഫുൾ കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി ഒരു പുതിയ കാര്യം ചെയ്യാൻ തീരുമാനിച്ചു എങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതോ പുതിയൊരു തീരുമാനം എടുക്കുന്നതോ ഒക്കെ ഇന്നത്തെ ദിവസം നല്ലതാണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള പഴയ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിട്ട് കളയണം എന്നാണ് കാണുന്നത്. അപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു ഐഡിയ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ അത് വിട്ട് കളയരുത്. പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കും. നിങ്ങൾ ധൈര്യത്തോടു കൂടി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കും എന്നാണ് കാണുന്നത്. അപ്പം ധൈര്യം എന്ന് പറയുന്നത് അത് ഞാനത് അങ്ങനത്തെ അല്ല, വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്യും എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് 9 ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശരിക്കും ആത്മവിശ്വാസവും സമൃദ്ധിയും ഒക്കെ ഉള്ള ഒരു ദിവസമാണെന്നാണ് കാണുന്നത്. ഫിനാൻഷ്യലി നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആകുന്ന, നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസമായിരിക്കും. ക്ഷമയോടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. സമ്പത്തിൻ്റെ കാര്യത്തിൽ നല്ല ഒരു തീരുമാനം എടുക്കുന്ന ഒരു ദിവസം തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ കഴിവിലൊരു വിശ്വാസം വരും. എനിക്കിതിന് പറ്റുമല്ലോ, ഇതെനിക്കിതിന് ഇങ്ങനെ ചെയ്യാനുള്ളൊരു കഴിവ് എനിക്കുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ മൂല്യം ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സിലാക്കുക. എനിക്കിത് പറ്റും. ഇപ്പം മറ്റുള്ളവരെല്ലാവരും ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ വ്യക്തിയായിരുന്നെങ്കിൽ അങ്ങനെയല്ല. അവിടെ നിന്ന് നിങ്ങൾ എനിക്ക് പറ്റും എന്നുള്ള ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് കാണുന്നത്. ഇതിൻ്റെ ഓവറോൾ മെസ്സേജ് വന്നത് സ്ട്രെങ്താണ്. അപ്പം നിങ്ങൾ ആദ്യം ജയിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെയാണ്, നിങ്ങളെ തന്നെയാണ് ജയിക്കേണ്ടതെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ജയം വരുന്നത്. ഇപ്പം ചില കാര്യങ്ങൾ, ചില ആൾക്കാർക്ക് ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. അത് നമുക്കുള്ള ഏറ്റവും ഒരു മോശപ്പെട്ട ഒരു സ്വഭാവമാണ്. നമുക്ക് ആ ഒരു നിമിഷം നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനോ ഒന്നും പറ്റാതെ നമ്മളവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഇത് നമുക്ക് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല സംഭവിക്കുന്നത്. ആ ഒരു നമ്മളുടെ സ്വഭാവം കൊണ്ട് നമുക്ക് പല ദോഷങ്ങളും സംഭവിച്ചേക്കാം. അപ്പം നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ അത് മനസ്സിനെ നിയന്ത്രിച്ച് ആ ദേഷ്യത്തെ ഒന്ന് നിയന്ത്രിച്ച് വയ്ക്കാൻ പറ്റുക. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങളോട് ഭയങ്കര ആഡിക്ഷൻ ആയിരിക്കും. എത്ര വേണ്ടെന്ന് വിചാരിച്ചാൽ വീണ്ടും അതിലേക്ക് തന്നെ പോകും. എത്ര നമുക്കറിയാം ഇത് നല്ലതല്ല, ഇതുകൊണ്ട് നമുക്ക് ഒരു ഗുണവുമില്ല, ദോഷം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിൽ അറിയാമെങ്കിലും
അതിലേക്ക് തന്നെ പൊക്കോണ്ടിരിക്കും. ആ പൊക്കോണ്ടിരിക്കുന്ന കാര്യത്തിനെയൊക്കെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം എന്നാണ് കാണുന്നത്. ഇതില് നമ്മള് പുറത്തുള്ള കാര്യങ്ങളെയോ ആ പുറം ലോകത്തെയോ അല്ല നമ്മൾ നിയന്ത്രിക്കേണ്ടത്, നമ്മളുടെ മനസ്സിനെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ദേഷ്യത്തിന് പകരം നിങ്ങൾ ഒരു ക്ഷമയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ ഉള്ളിലെ ശക്തിയെ ഇന്ന് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം. എനിക്ക് പറ്റും, ഞാൻ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടില്ല, ഞാൻ ചില അഡിക്ഷൻസിൽ നിന്നും ആവശ്യമില്ലാത്ത ഇമോഷൻസിൽ നിന്നും ഞാൻ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കും. എനിക്ക് ആ ഒരു കാര്യം വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റണം. അല്ലെങ്കിൽ ചിലപ്പോൾ പറ്റും എന്നാണ് കാണുന്നത്. അങ്ങനത്തെ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വന്നിട്ടുള്ളത് വിന്റർ ആണ്. ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു വിശ്രമം ആവശ്യമുണ്ടെങ്കിൽ വിശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിങ്ങൾ അവഗണിക്കാൻ ശ്രമിക്കരുത്. പെട്ടെന്ന് തന്നെ ഫലം പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നമുക്ക് അത് ഫലം കിട്ടും എന്നുള്ളതാണ്. ഇതിൽ ആദ്യം നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങൾക്കാണ്. നമ്മളെപ്പോഴും നമ്മളെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാർക്കുള്ള മെസ്സേജാണ്. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണോ, നിങ്ങൾ റെസ്റ്റ് എടുക്കുക. കാരണം നിങ്ങളുടെ ശരീരം റെസ്റ്റിന് ആഗ്രഹിക്കുന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ റെസ്റ്റ് എടുക്കണമെന്ന് തോന്നണത്. അപ്പോൾ അതിനെ കെയർ ചെയ്യാൻ ശ്രമിക്കുക, റെസ്റ്റ് എടുക്കുക. നമുക്ക് എന്താണോ വേണ്ടത്, നമുക്ക് സന്തോഷിപ്പിക്കാൻ കുറച്ച് കാര്യങ്ങളെങ്കിലും, ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതിയായിരിക്കാം. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ആ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അടുത്ത് വന്നിട്ടുള്ളത് ഷീൽഡ് മെയ്ഡൻ ആണ്. ഇത് മേക്ക് പ്ലാൻസ് ആൻഡ് ഫോക്കസ് ആണ്. അപ്പൊ ഇതില് ഇന്ന് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം എന്താണോ അത് വ്യക്തമായിട്ട് ഒരു അത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാൻ ഈ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ആവശ്യം. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകാൻ നിങ്ങൾ ആ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. കുറേ കാര്യങ്ങളിൽ ഒരേ സമയം എനർജി ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതിൽ വ്യക്തമായ ഫോക്കസും ആവശ്യത്തിനുള്ള ഊർജവും കൊടുക്കാൻ പറ്റാതെ നിങ്ങൾക്ക് വരും. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് അത് ഫോക്കസ് ചെയ്യാത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുക, അതിനെ ഏറ്റവും കൂടുതൽ എനർജി കൊടുത്ത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇതില് നിങ്ങളുടെ ലക്ഷ്യത്തിനെ സംരക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് കാണുന്നത് കേട്ടോ. മറ്റാരും അതിനെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കരുത്. ചിലപ്പം അതിനെ അതിൽ പ്രൊമോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഏറ്റവും വലിയൊരു കാര്യം, ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലക്ഷ്യം മറ്റൊരാളിനോട് പറഞ്ഞാൽ ചിലപ്പോൾ അത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനാണ് സാധ്യത. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തൽക്കാലം നിങ്ങളുടെ പ്ലാനും ഫോക്കസും ഒന്നും ആരോടും പറയാതെ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനാണ്. എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പൊക്കോളുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു യോദ്ധാവിൻ്റെ പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷീൽഡും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത് പറ്റും. നിങ്ങളൊരു യോദ്ധാവാണ്. ലക്ഷ്യത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യവും കഴിവും ഒക്കെ ഉണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ സ്പിരിറ്റ് ഫോക്സ് ആണ്. ട്രസ്റ്റ് യുവർ ടാലൻസ് ആൻഡ് ചേഞ്ചിങ് ടൈംസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു കാർഡില് ഫോക്സ്, ഈ സ്പിരിറ്റ് ഫോക്സ് എന്ന് പറയുന്നത് ഒരു ഒരു സ്പിരിറ്റ് ആനിമൽ ആണ് കേട്ടോ ഇത്. അപ്പോ ഇത് ഈ കുറുക്കൻ എന്ന് പറയുന്നത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റുന്ന അത്രയും ജാഗ്രതയുള്ള ഒരു ജീവിയാണ്. അപ്പം ഇതില് ഈ ഒരു സമയം ഇതിന് ഒരു തന്ത്രം ഉപയോഗിക്കുന്ന ഒരു ജീവിയാണ് സ്പിരിറ്റ് ഫോക്സ്. അപ്പോൾ ഭയങ്കര കുറുക്കന്റെ ഒരു തന്ത്രം എന്നൊക്കെ പറയില്ലേ, അതുപോലെ
ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ തന്ത്രം ഉപയോഗിക്കേണ്ടി വരും എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതില് കുറുക്കന്റെ ഇതില് കുറച്ച് തൂവലുകളാണ് കാണുന്നത്. അപ്പോൾ ഇതില് നിങ്ങൾക്ക് ഇത് ഒരു സഹായം വരുന്നോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കിട്ടുന്നോ, ഒരു നിങ്ങൾക്ക് വേണ്ട ഒരു ഗൈഡൻസ് ഈ ഒരു സമയം കിട്ടുന്നു എന്നാണ് കാണുന്നത്. കാരണം അതെങ്ങനെയാണ്, നിങ്ങൾ ചിലപ്പോൾ വളരെ ശരിക്കും ജെന്യുവിനായിട്ട് ഇല്ല നേരെ വാ എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറുക്കന്റെ ബുദ്ധി എന്ന് പറയുന്നത് അതൊരു കുറച്ച് ഒരു തന്ത്രശാലിയായ കുറുക്കൻ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അതുപോലെ ഇന്നത്തെ ദിവസം ഒരു തന്ത്രം നിങ്ങൾക്ക് പ്രയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. അത് ആരെയും ഇപ്പൊ തെറ്റായിട്ടൊരു കാര്യം ചെയ്യണം എന്നല്ല, ചില തന്ത്രം പ്രയോഗിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം വരുള്ളൂ. അത് ആരെയും പറ്റിക്കാനല്ല, ആരെയും ചതിക്കാനല്ല. പക്ഷെ നമ്മൾ നേരെ വാ നേരെ പോകുന്ന മാത്രം ചിലപ്പോൾ ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ചതി പറ്റിയേക്കാം. അപ്പോൾ ഒരു തന്ത്രം, അപ്പോൾ കുറച്ചുകൂടെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട കുറച്ച് ബുദ്ധി കൂടി അതിനകത്ത് ചേർക്കണം എന്നാണ് കാണുന്നത്. ആവശ്യമായ കുറച്ച് ബുദ്ധി കൂടി അതിനകത്ത് ചേർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പൊ ഇതില് ജീവിതത്തിൽ ചിലപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, പുറത്തുള്ള സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കാം. എന്നാലും നിങ്ങളുടെ ആ കഴിവുകളെ നിങ്ങൾ സംശയിക്കാതെ മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എനിക്കിത് സംഭവിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്നതിന് പകരം നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വിശ്വസിച്ച് എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാൻ അതിന് വർത്തിയായിട്ടുള്ള ഒരാളാണ്, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ആ ദൃഢമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ അവഗണിക്കരുത് ഇന്നത്തെ ദിവസം കേട്ടോ. അപ്പോൾ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോൾ ചിലപ്പോൾ പലപ്പോഴും അത് നടക്കാതെ പോകാം. സാഹചര്യം മാറുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാറണം, അത് മാറിയേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്കൊരു ഗൈഡൻസ് ഇന്നത്തെ ദിവസം കിട്ടാം, എങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത്. ചില തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കും. ആ തന്ത്രം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചിലപ്പോൾ ആരിൽ നിന്നെങ്കിലും ഒരു ഗൈഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ സ്പിരിറ്റ് എന്ന് അറിയാമല്ലോ, നമുക്ക് ഒരു ഗൈഡൻസ് തരുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ ഈ ഫെദർ എന്ന് പറയുന്നത് ദിവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡിവൈൻ ഗൈഡൻസ് ഇന്നത്തെ ദിവസം കിട്ടും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാണ് കേട്ടോ. ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുവാനായിരിക്കാം. ആത്മവിശ്വാസം ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.